ഒരു തൊഴിലെടുക്കുന്ന തൊഴിലാളിയായിരിക്കെ മരണമടയുന്ന ഒരു തൊഴിലാളി കുടുംബത്തിന് ഇന്നിപ്പോ 7 ലക്ഷം രൂപയുടെ ആനുകൂല്യം കിട്ടും. അന്ന് തുടക്കത്തിൽ 3 ലക്ഷമായിരുന്നു. ഈ 2 പദ്ധതികളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ചരിത്രപരമായ ഒരു തീരുമാനം 1995 നവംബർ മാസം 16 ആദ്യം 10%, പിന്നീട് ഇപ്പം നിലവിൽ 12%. തൊഴിലാളിയിൽ നിന്ന് 12%, തൊഴിലുടമയിൽ നിന്ന് 12%, ആ തൊഴിലുടമയിൽ നിന്ന് പിടിക്കുന്ന 12%ന്റെ 8.33% പെൻഷൻ ഫണ്ടിലേക്കും ആ പെൻഷൻ ഫണ്ടിനോടൊപ്പം കേന്ദ്ര 5000 രൂപ സ്റ്റാറ്റ്യൂട്ടറി ആയി നിർബന്ധമായി അയാളുടെ പെൻഷൻ ഫണ്ടിലേക്ക് അതിന് ശതമാനം പോകണം. പക്ഷെ ഏതെങ്കിലും ഒരാളുടെ ശമ്പളം 10000 രൂപയാണെങ്കിൽ 10000 രൂപയ്ക്കും അയാൾക്ക് പെൻഷൻ ഫണ്ടിലേക്ക് പൈസ അടയ്ക്കാവുന്ന ഹയർ പെൻഷൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. എക്കാലത്തെയും പോലെ അന്ന് വ്യാപകമായി CI2 പ്രചരിപ്പിച്ചത് എങ്ങനെയാണോ കമ്പ്യൂട്ടറിനും ട്രാക്ടറും നടത്തിക്കൊണ്ടിരുന്നത്, അതിന്റെ ഫലമായി ബഹുഭൂരിപക്ഷം ആളുകളും ഹയർ പെൻഷൻ ഓപ്ഷൻ കൊടുത്തില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ 95 5000 രൂപയായിരുന്നത് പിന്നീട് 2001 ജൂൺ മുതൽ അത് 6500 രൂപയുടെ പരിധിയായി വർദ്ധിപ്പിച്ചു. 2001 ശേഷം 2004 ആയപ്പോ EPF വളരെ രഹസ്യമായ ഒരു 2004 EPF വളരെ ഗോപ്യമായി വെച്ചുകൊണ്ട് ആ അവസരം പിൻവലിച്ചു. അതോടുകൂടി ഹൈക്കോടതിയിലേക്ക് കേസുകളുടെ പ്രവാഹം ആരംഭിച്ചു. വീണ്ടും 15000 രൂപയായി EPF ഉയർത്തി. ഇവിടെയാണ് നമ്മുടെ ഈ ധർണാ സമരത്തിന്റെ പ്രസക്തി. 2015 സെപ്റ്റംബർ മാസം 2014 EPF ഈ നിയമം കൊണ്ടുവന്നപ്പോ അതിൽ 15000 രൂപ വരെയായി സീല് ഉയർത്തിയപ്പോൾ മറ്റൊരു നിയമം കൂടെ കൊണ്ടുവന്നു. എന്തായിരുന്നു നിയമം എന്നറിയുമോ? 15000 രൂപ എത്തിയ ഒരു തൊഴിലാളി ബേസിക് പേ പ്ലസ് DA എത്തിയാൽ അയാൾ പെൻഷൻ ഫണ്ടിൽ നിന്ന് സ്വാഭാവികമായും പുറത്തു പോകും. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ പെൻഷൻ ഫണ്ട് 95 EPS 95 എന്തിനു വേണ്ടിയാണോ രൂപീകരിച്ചത്? തൊഴിലാളി സർവീസിൽ നിന്ന് പോകുമ്പോ അയാൾക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടി സംവിധാനം ചെയ്ത EPS 95ന്റെ അന്തസത്ത 2014 ഉത്തരവോടുകൂടി പൂർണ്ണമായി ലംഘിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോ 2014 സെപ്റ്റംബർ 1 ശേഷം ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു തൊഴിലാളിക്ക് 15000 രൂപ ശമ്പളമുണ്ട്. അതിൽ കൂടുതൽ ശമ്പളമാണെങ്കിൽ അയാൾ പെൻഷൻ ഫണ്ടിന് പുറത്താണ് സുഹൃത്തുക്കൾ. ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? മാത്രമല്ല, ഏറെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇന്നിപ്പോ നിങ്ങളെല്ലാം കേട്ടിരിക്കും. NPS കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർ സ്വാഭാവികമായും അവിടെയും